ഇതാണ് പണ്ടുള്ളവർ പറയണത്. എറിയാൻ അറിയണവന്റെ കയ്യിൽ ഇനി എന്നെങ്കിലും വടി കിട്ടിയാൽ തന്നെ അന്ന് എറിയാനുള്ള മൂഡ് പോകുന്നു. നീ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്നൊരു സംശയം. സംശയം മാറ്റിത്തരാം. നീ ഫ്ലേർട്ട് ചെയ്യാൻ നടന്ന കാലത്ത് എത്ര ഗേൾസിനെ കിട്ടിയാലും നീ ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കിട്ടാത്തതിന്റെ കുഴപ്പം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കുറെ ഗേൾ ഫാൻസ് ഒക്കെ ആയപ്പോ ആവശ്യമില്ലാത്ത ഒരു എന്താ പറയാ പക്വത കയറി വന്നു. അത് വന്നോണ്ട് പോയി. ഇത് കൊള്ളാം. നിനക്ക് വേണ്ട ഈ നമ്പേഴ്സ് ഒക്കെ എനിക്ക് തന്നോ, ഞാൻ സൗകര്യം പോലെ വിളിച്ചോളാം. അയ്യോ, ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലടാ, സത്യമായിട്ടും ഇല്ല. നിനക്ക് എന്നെ അറിഞ്ഞൂടെ? ഈ ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞതേ എനിക്കിതിനെ നന്നായിട്ട് അറിയാലോ. എന്തുവാടാ ഇത്? ആകെ നാണക്കേടായി. ഏതായാലും അധികാരം കണ്ടില്ലല്ലോ, ഭാഗ്യം. തക്ക സമയത്ത് അവന്റെ ഫ്രണ്ടാ നമ്മളെന്ന് പറയാൻ തോന്നിയത് ഭാഗ്യായി. ഇല്ലെങ്കിൽ കലാകാരന്റെ ഈ മുഖം ആരാധകര് തല്ലി തകർത്തേനെ. മതി, നിർത്ത്. ഇനി ആ വൃത്തികെട്ടവന്റെ പേര് മിണ്ടിപ്പോരുത്. ഇപ്പഴാ എന്റെ ദേഷ്യം ശരിക്കും പൊങ്ങി വന്നേ. ഇപ്പൊ അവന്മാരെന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സത്യത്തിൽ അടിച്ചേനെ. ഇത്തിരി വെള്ളം കുടി, ആ ദേഷ്യമൊന്നും കേടട്ടെ. മര്യാദക്ക് ഇവിടെന്നെങ്കിലും ഒരു ചായ കുടിക്കേണ്ടതാ. ഇത് വലിയ ശല്യായല്ലോ. ഏത് ഈ പെണ്ണ്? എടാ പ്ലീസ്, ഞാൻ എടുക്കാം ടോണി. ഇതിന്റെ കാര്യം നീ മുമ്പേ പറഞ്ഞപ്പോഴേ ഞാൻ മറന്നതാ. എടുത്തോ, എന്നിട്ട് നിന്റെ നമ്പർ കൊടുത്തേക്ക്. താങ്ക്സ് ഡാ. ഹലോ, അല്ല ഫ്രണ്ടാണ്. അല്ല അതല്ല, റേഡിയോ ജോക്കിയൊക്കെ ആവുമ്പോ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ആർജെ ടോണിക്ക്. അവന്റെ വേറെ ഏതോ ആരാധകനാ. ഇത് വലിയ കഷ്ടമല്ലോ. എവിടെ ചെന്നാലും ആ ചെകുത്താന്റെ പേരാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം. ഇന്നിനി ചായ കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല. ആ പൊങ്ങി വന്ന ദേഷ്യം പോയില്ലല്ലോ. അസൂയ, ആർജെ ടോണിയോടുള്ള അസൂയ. അവന്മാർക്കൊക്കെ ആരും ആവാൻ പറ്റാത്തതിന്റെ അസൂയ. വിനി, ആർജെ ടോണി എന്ന് പറയുന്നവൻ നാട്ടിലെ പെമ്പിള്ളേരെ മുഴുവൻ വഴി തെറ്റിക്കുന്നവനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ? പിന്നെ അവൻ മഹാ ബ്രോയിലർ ആണെന്നാ കേൾവി. ചോദിക്കടാ, ആരുടെ ടോണിയെ കുറ്റം പറയണേ? അവനെ നന്നായി അറിയുന്നവനാടാ. എന്നാ ഇനി പറഞ്ഞാ നീയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് അറിയൂടാ. എന്നാ ഒന്ന് കാണണമല്ലോ. കാണിക്കാടാ. അവനെന്താ? മതി, നിർത്തടാ. അതേടാ മതി, നീയൊക്കെ നിർത്ത്. ആദ്യം റേഡിയോയിൽ അവന്റെ പരിപാടി നിർത്താൻ പറ, എന്നിട്ട് ഞങ്ങൾ നിർത്താം. എന്നാ പിന്നെ അങ്ങ് നിർത്തി കൊടുത്തേക്കാം. വാടാ. നീയായിരുന്നു. തടിയാ തിണ്ടി. അയ്യോ, ഇപ്പോ ഫോണിൽ അവള് സിമ്മിട്ട് കാണും, SMS വായിച്ചാണ്. മറുപടി ഇതുവരെ വരാത്ത സ്ഥിതിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കോ? വേണ്ടായിരുന്നു. നട്ടപ്പാതിരയ്ക്ക് അവന്മാരുടെ ഒരു ഓഫർ മെസ്സേജ്, നാശം. മെസ്സേജ്. ഓക്കെ റോയ്, ലെറ്റ്സ് മീറ്റ് അപ്പ് ദിസ് വീക്കെൻഡ്, ടേക്ക് കെയർ.